ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ കൊച്ചിയിലെ മൂന്നാമത്തെ ദിവസമാണ് കേട്ടോ നമുക്ക് ഇന്ന്. അപ്പൊ ഇന്ന് നമ്മളൊരു വ്ളോഗ് പറഞ്ഞാൽ ഫസ്റ്റ് ടൈമാണ് നമ്മൾ ഫോറം മാളിലേക്ക് പോണത്. അപ്പൊ അതിന്റെ ഒരു വ്ളോഗാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കേട്ടോ ഗായ്സ്. അപ്പൊ എന്തായാലും വീഡിയോ ലാസ്റ്റ് വരെ കാണണേ. അപ്പൊ ഞങ്ങള് മാളിക്ക് പോണേക്കാളും മുന്നേ ഭക്ഷണം കഴിക്കണം നമുക്ക് അല്ലെ. ഫസ്റ്റ് ഭക്ഷണം കഴിക്കാനുണ്ട്. അപ്പൊ ഭക്ഷണം കഴിക്കാൻ ഇപ്പൊ എവിടെ വന്നിക്കണ്? കുബാബ കുഴിമന്തി. ഇത് എങ്ങനെ ഉണ്ടാവോ അല്ലേ ഈ കുബാബ കുഴിമന്തി? ഓക്കെ ഓക്കെ, നമുക്ക് അതൊന്ന് കഴിച്ചു നോക്കാം. ഈ സംഭവം ഭയങ്കര മോശമാണ് ഇവിടെ ഗായ്സ്. ഇതൊരു മന്തി കഴിക്കാൻ വന്നത് ആളുകളുടെ കൂട്ടാണ്. ഒരു മന്തി കഴിക്കാനുള്ള തിരക്കാണല്ലേ. ഇത്രയും തിരക്കിന്റെ ഇടയിൽ നമുക്ക് സീറ്റ് കിട്ടി. എന്താ മക്കളെ, ഒരു മന്തി കഴിക്കാനുള്ള തിരക്ക് കണ്ടോ നിങ്ങൾ ഇവിടെ? അയ്യോ, എന്റെ ലൈഫിൽ ഇത്രയും അധികം മന്തി കഴിക്കാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അനസുമാമയും കൂടെ കുട്ടീനെ ഇരുത്താനുള്ള പരിപാടിയാണ്. നോക്കുക അവനങ്ങോട്ട് നോക്കുകയാണ്. എന്തിനാ ഞങ്ങളെ ഇരുത്തിക്കണ് നിങ്ങള്? ഋതുട്ടാ മന്തി നല്ല ഗായ്സ്. അപ്പൊ അങ്ങനെ ഫുഡ് കഴിച്ച് ഞങ്ങൾ ഇറങ്ങിട്ടോ. എന്റെ പൊന്നാരെ, എന്താ ഫുഡ് അറിയോ, അടിപൊളി മന്തി. അപ്പൊ ഈ കട തന്നെ നോക്കി വെച്ചോ, കുബാബ. അടിപൊളി മന്തി കേട്ടോ. അതില് വരുന്ന ഒരു സ്പെഷ്യൽ ചട്നി ഉണ്ട്. അതാണ് ഈ ഒരു ഹോട്ടലിലെ ഏറ്റവും വലിയ പ്രത്യേകത കേട്ടോ. അല്ലേ ചട്നി എന്ന് പറഞ്ഞ ഈ ചട്നി സംഭവം എന്ന് വെച്ചാല് നമ്മളെ മലബാർ സൈഡിലൊക്കെ കപ്സന്റെ കൂടി ചട്നി, അതായത് ഇട്ടരച്ച ഇതുണ്ടല്ലോ, നമ്മുടെ മുളകില്ലേ, വറ്റൽ മുളക് മിക്സിയിലിട്ട് അടിച്ച് അങ്ങനെ ചമ്മന്തിയാക്കുന്ന സാധനം. നല്ല ടേസ്റ്റ് ആണ്. ആ ലെവല് സാധനം എറണാകുളത്ത് നമ്മൾ കഴിച്ചതിൽ വെച്ച് ഏറ്റവും അടിപൊളി മന്തി കേട്ടോ. അല്ല പണ്ടൊരു മന്തി ഉണ്ടായിരുന്നു, അത് പൂട്ടിപ്പോയി. ഇപ്പൊ കഴിച്ചതിൽ ഇപ്പൊ ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മന്തി നമ്മുടെ ഈ കുബാബ. എല്ലാരും വന്നിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇനി ഫോറം മാളിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ഗൈസ്. യെസ്, ഇതാണ് നമ്മളുടെ ഫോറം മാൾ കേട്ടോ ഗൈസ്. പക്ഷെ വിചാരിച്ച പോലെ ഒന്നല്ല. ഫോറം മാള് ഒറ്റ മാളുള്ളൂ. വേണ്ടെന്നായി. നല്ല അടിപൊളി ഡിസൈനും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. ഇനി നമുക്ക് നോക്കാനുള്ളത് പാർക്കിംഗ് ആണ് കേട്ടോ. ലുലു മാള് പോയപ്പോ അവന്മാര് പാർക്കിംഗ് ഫീസ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ എങ്ങനെയാ നോക്കി നോക്കട്ടെ. ഇവിടെ നോക്കുമ്പോ 70 രൂപ. 70 റുപ്യാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അത് പൊളിച്ചെടുക്കും. ഇന്നത്തോട് കൂടി ഫോറം മാളിന്റെ പണി ഞാൻ തീർക്കും. അല്ല പറ്റൂല. എന്താ ഇവരെ സ്ഥാപനത്തിക്കല്ലേ നമ്മള് വരുന്നത്. അപ്പൊ ഇവരെങ്ങനെ പാർക്കിംഗ് ഫീസ് മേടിക്കാ? മഹാ തെണ്ടിത്തരല്ലേ. അല്ല പിന്നെ ഒരിക്കലും മേടിക്കാൻ പറ്റില്ല. കാരണം ഇവരുടെ സാധനങ്ങൾ മേടിക്കാൻ നമ്മള് ഇവരെ ഷോപ്പിക്ക് വരും. അപ്പൊ ഇവരെങ്ങനെ പാർക്കിംഗ് ഫീസ് മേടിക്കുക? ഇതൊക്കെ ഭയങ്കര ഓവറിലാണ്. നോക്കട്ടെ എത്ര ഫീസ് മേടിക്കാൻ നോക്കട്ടെ ഗൈസ്. ഒറ്റിക്കൊടുത്താ കിട്ടുന്ന ഇതെന്താ ഇത്? വട്ടം നാരങ്ങ ചെത്തി പോകുമ്പോൾ എന്താ സാറേ? യെസ്, നമ്മളങ്ങനെ വാളിന്റെ എന്താണ് നമ്മുടെ പൊണ്ടാട്ടി വരുന്നു. നടക്കട്ടെ. അപ്പൊ നമ്മളങ്ങനെ ഫോറം മാളിലേക്ക് എത്തിയിട്ടുണ്ട്. അതെ, ഇവർക്ക് വേണ്ട കുറച്ച് സാധനങ്ങളുടെ വില നോക്കാനായിട്ട് ഞങ്ങളിപ്പോ ലൈഫ് സ്റ്റൈല് അതിലേക്കൊന്ന് കയറി നോക്കാൻ പോട്ടോ. പറ്റിച്ചേ സോണി ചേച്ചി കാര്യമായിട്ട് എന്തോ വാങ്ങിക്കേണ്ടതുണ്ട്. സോണി ചേച്ചി അല്ല, ഷഹാന ചേച്ചിയാണ്. ഷഹാന ഭാബി എന്താ നോക്കണേ? പൃഥ്വിന്റെ ഒരു ആക്ഷൻ നോക്കിയൊക്കെ ഗൈസ്. അതാ ഇപ്പൊ ഇല്ല, പറഞ്ഞപ്പോ ഒന്ന് വന്നിട്ട് ഗൈസ് ഇത് കണ്ടോ, ഗസ്റ്റിനോടൊക്കെ വന്നിട്ട് പണിയെടുക്കാനൊക്കെ പറയാ.
ഇവരൊക്കെ എന്താ ചെയ്യണ്ട്? എന്താ സോണിയാക്കി ഉണ്ടാക്കുവോ? അവളുണ്ടാക്കൂല. വല്ലാത്ത നാറികളാട്ടോ. കുറച്ചായി ഒരു നല്ലൊരു ലാപ്ടോപ്പ് നോക്കണം വിചാരിച്ചു. ഞങ്ങൾ എന്തായാലും ഇതിനുള്ള കേട്ട ലാപ്ടോപ്പ് നോക്കി നോക്കട്ടെ. നമ്മളെ ആസ്യൂസിന്റെ അവിടെയാണ് വന്നിരിക്കുന്നത് കേട്ടോ. ആസ്യൂസ് ഗൈസ്, ഇവർ ലാപ്ടോപ്പ് എടുക്കാൻ പോവാൻ തോന്നുന്നു. അപ്പൊ ഇതെടുക്കാൻ തോന്നുന്നുണ്ട് അവര്. അതെ, ഇപ്പഴല്ല, കുറച്ച് കാശൊക്കെ വന്നു. ലാപ്ടോപ്പ് അത്യാവശ്യം നല്ല നല്ല കളക്ഷൻ ഉണ്ട്. പക്ഷെ മാക്ബുക്കിന്റെ കണ്ടില്ലല്ലോ. മാക്ബുക്കിന്റെ അവിടെ ഐ കണക്ട് ഉണ്ട്. ഞങ്ങളൊന്ന് തപ്പി നോക്കിയിട്ട് ഞങ്ങൾ വരാട്ടാ. ഇത് ലുലുവിന്റെ ഹൈപ്പർ മാർക്കറ്റ് ആണ് കേട്ടോ ഗായ്സ്. ഇത് കണ്ടോ, 67 രൂപ കേട്ടോ ഈ ഒരു 2 കുമ്പറിന്. പിന്നെ നമ്മുടെ നാടൻ ഇത് നാടനല്ല, ഇത് കുറച്ച് പോരണുണ്ട്. ഇതിന് 52 രൂപ. 4 പീസ് തക്കാളിക്ക് 41 രൂപ. ഇത് 114 രൂപ. സവാളക്ക് 84 രൂപ കേട്ടോ. ഇതിന്റെ പേരാണ് ഓർഗാനിക്. ഇത്രയും സാധനങ്ങൾക്ക് എടുത്ത് വരുമ്പോ ഓർഗാനിക് അത്ര. ഇതൊക്കെ കണ്ടിട്ട് എന്ത് ഓർഗാനിക് എന്ന് എനിക്ക് മനസ്സിലാവും. വേഗം ഒരു കൃഷി നടത്തുക ഗൈസ്. ഈ നമ്മുടെ കാന്താരി മുളകിന് 350 രൂപ. എനിക്കറിയില്ല ഈ വില കേട്ടോ. കണ്ടേ, 119, 87, 150. കാണിച്ച് കൊതിപ്പിക്കണേ. സ്നേഹനിധിയുള്ള അനസേട്ടൻ ഞങ്ങൾക്ക് എല്ലാവർക്കും ഐസ്ക്രീം വാങ്ങിച്ചു കൊടുന്നു തന്നിരിക്കുന്നു. താങ്ക് യു ചേട്ടാ, താങ്ക് യു, ഒരുപാട് നന്ദി. അച്ഛടെ കുട്ടി ഐസ്ക്രീം അച്ഛന്റെ പ്രിത്തൂട്ട് ഐസ്ക്രീം ഇന്നാണോ? മോഹം നോക്കായി ഒലിച്ചറിഞ്ഞ തള്ളയും കണക്കാണ്, ഇത് ചെക്കനും കണക്കാ. ചിങ്ക് 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 ചിങ്ക്. അടുത്ത ഞങ്ങൾ 2ാമത്തെ നിലയിലേക്ക് പോവാണ് കേട്ടോ. ഹലോ രാഹുലേ, ആരും കൈയടിക്കുന്നില്ല. അതുപോലെ ആവാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളൊരു കുട്ടിയായതുകൊണ്ട് കുറച്ച് കാലത്തിന് ശേഷം ഇൻസ്റ്റഗ്രാം വന്നു. അതിലിങ്ങനെ കുറെ ആൾക്കാർ ചെറിയ ചെറിയ റീൽസ് ഉണ്ടാക്കി തുടങ്ങി. അപ്പൊ എനിക്കും ചെയ്യണം തോന്നി. അങ്ങനെ ചെറുതായിട്ട് വേണ്ടിയിട്ട്
ഗായ്സ് ഇപ്പം നിങ്ങൾ കണ്ടവരിക്കുന്നല്ല, ഭയങ്കര മേക്കപ്പും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എല്ലാവരും കൈയടിക്കുന്ന പറയുമ്പോൾ ആരും കൈയടിക്കുന്നില്ല. സത്യം പറയുന്നത് ഞാൻ കാര്യം പറഞ്ഞാണ്, എന്താ അഭിപ്രായം പറ. അതെ 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 ഗൈസ്, അതെ ഗൈസ്. അനസ് പറയുന്നതോട് 100% ഞാൻ തെറ്റായ രീതിയിൽ യോജിക്കുന്നു. ആ പെണ്ണിന്റെ കാര്യം പറഞ്ഞു. അവരോട് ചോദിക്കുകയാണ് സുന്ദരി ആവാനുള്ള ടിപ്പ് എന്താണെന്ന്. സുന്ദരി ആവാനുള്ള ടിപ്പ് എന്താണ്? കുട്ടി 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 നീ പറ. ഫോറന്മാളൊക്കെ ഇന്നിങ്ങനെ കാണായിരുന്നു, പക്ഷെ വലിയ പറയാൻ മാത്രമൊന്നും ഇല്ല കേട്ടോ. നമ്മൾ ആ ലുലു മാളിൽ കാണുന്ന ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടല്ലോ, അങ്ങനെ ഒരു സംഭവമൊന്നും നമുക്കിവിടെ കാര്യമായിട്ട് തോന്നിയില്ല. പിന്നെ കുറേ നെഗറ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ കുഴപ്പമില്ല, അത്യാവശ്യം കാണാനും കണ്ടിരിക്കാനൊക്കെ പറ്റിയ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ പറ്റിയ ഒരു ആംബിയൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ ലുലു മാളിൻ്റെ അത്ര ഇല്ല കേട്ടോ. ഇത് ഇറങ്ങിയ ടൈമിൽ ഞാനൊക്കെ ഇങ്ങനെ ഓൺലൈനായിട്ടും ഇതൊക്കെ ആയിട്ട് ഒരുപാട് കേട്ടിട്ടുണ്ടായിരുന്നു. ഇത് ലുലു മാളിനെക്കാളും വലിയ സംഭവമാണ്, അതാണ് ഇതാണ്. പക്ഷെ അത്ര എനിക്ക് വലിയ ഇതായിട്ട് തോന്നിയിട്ടൊന്നുമില്ല. ഒരു ആവറേജ് മാള് അത്രേ ഉള്ളൂ. ലുലു മാളിനെ കമ്പയർ ചെയ്യാൻ മാത്രമുള്ള ഇതൊന്നും ഈ മാളിനെ പറ്റി എനിക്ക് വലിയ തോന്നില്ല. പിന്നെ സിനിമ കാണാൻ വിചാരിച്ച് വന്നാട്ടോ, പക്ഷെ സിനിമ തിയേറ്റർ ഓപ്പൺ ആയിട്ടില്ല. PVR ഒക്കെ അടുത്ത മാസം മാർച്ച് മാസത്തിൽ അത്ര ഓപ്പണിങ് ആവണം. അപ്പോഴേക്കും ഏതാവുണ്ടാവുള്ളൂ വിചാരിക്കാം. ഓക്കെ. പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ ഞാൻ പ്രൈവറ്റായിട്ട് കാറ് കയറിയിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്ത് പറഞ്ഞാണ്. ഇവിടുത്തെ ഫാൻറ്റസി ഫൺ സിറ്റി. നമുക്ക് ഇതിലും കൂടെ ഒന്ന് കയറി നോക്കാം എന്തൊക്കെയുണ്ടെന്ന് അറിയാലോ. പ്രചുരിന് കളിക്കണോ? ഇത് പ്രചുരിന് കളിക്കണോ? ഏ ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങളിത് ഫോറം മാളിന്ന് പിടുത്തം വിടുക കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ല, കുറച്ച് കാര്യങ്ങളെന്നൊക്കെ കണ്ടു. പിന്നെ കാര്യമായിട്ട് പറയാൻ മാത്രമൊന്നും ഇല്ല. ചിലതൊക്കെ പച്ചക്കറിയൊക്കെ എന്ത് റേറ്റ് അറിയും, ഒടുക്കത്തെ റേറ്റ്. അത് ഈ ഓർഗാനിക്കാന്നൊക്കെ പറയട്ടെ, പക്ഷെ കണ്ടിട്ട് ഓർഗാനിക്കാന്ന് പോലും തോന്നില്ല. നമ്മൾ നാട്ടിലത്തെ പച്ചക്കറിയിൽ നിന്ന് എന്തൊക്കെ എടുത്ത് വിൽക്കണ പോലെ തോന്നും. പിന്നെ കാര്യമായിട്ട് പറയാനൊന്നുമില്ല, ലുലു മാളിൻ്റെ അത്ര ഒന്നുമില്ല. ഇത്ര നമുക്ക് പറയാം. ഇപ്പൊ ഫോറം മാളിനോട് വിട പറയുകയാണ് സുഹൃത്തുക്കളെ. നമ്മൾ ഫോറം മാളിനോട് വിട പറയുകയാണ്. ചപ്പാത്തി ചിക്കൻ അങ്ങനെ